ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റേഴ്സിന്റെ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഇപ്പൊ പ്രോഗ്രാമിന്റെ പേര് കൊടുക്കുകയാണ് ഫംഗ്ഷൻ ടു എക്സ്ചേഞ്ച് ടു പോയിന്റർ വാല്യൂസ് ആണ് ഫംഗ്ഷൻ പ്രോഗ്രാമിന്റെ പേര്. എന്താടാ പോയിന്ററിന്റെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പോയിന്റർ എന്ന് പറഞ്ഞാല്? സാധാ ഒരു വേരിയബിളും പോയിന്റർ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് ഉണ്ടാക്കുന്ന രീതി അതിന്റെ ഡിക്ലറേഷന്റെ സിന്റാക്സ് ആണ്. സ്റ്റാർ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ എന്താ വ്യത്യാസം എന്താ? ഇപ്പൊ ഒരു നോർമൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തടാ, ഇപ്പൊ മെയിനിന്റെ അകത്ത് എന്ത് ചെയ്തു അഡ്രസ് ആണ്. മെയിനിന്റെ അകത്ത് ഞാനൊരു ഇന്റീജർ വേരിയബിൾ ഉണ്ടാക്കി. എന്റെ വാല്യൂ 5 ആയി കൊടുത്തു എന്ന് വെച്ചു. ഞാൻ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്നിട്ട് പറയും HCH കോൾ ചെയ്യുന്നു. ഏത് അഡ്രസ് ആയിട്ട് വേണം? CONIO.h വേണം. ക്യാഷ് ഇൻക്ലൂഡ് കൊടുത്തു. CONIO.h എന്ന് കൊടുത്തു. ദെൻ നമ്മൾ പ്രിന്റും സ്കാനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് അഡ്രസ് പോലും ഇൻക്ലൂഡ് ചെയ്തു? SGDIO.h കൊടുത്തു. എന്റെ കയ്യിൽ A എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ ഉണ്ട്. അതിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ A എന്ന് പറയുന്ന ഇന്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ റാമിന്റെ അകത്ത് നമുക്ക് ഒരു 2 ബൈറ്റ്സ് കിട്ടും. ആ കിട്ടിയ 2 ബൈറ്റ് ലൊക്കേഷനിൽ ഉള്ള വാല്യൂ ആണെന്ന് 5. ആക്ച്വലി ബൈനറിയിലായിരിക്കും. നമ്മൾ 5 എന്ന് പറഞ്ഞ് വായിക്കുന്നു. അവിടെ ഉള്ള 5 ഈസ് ഇൻ ബൈനറി. ഇനി ആ കിട്ടിയ Aക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ടാവില്ലേ? Aക്ക് രാവിലെ ഒരു അഡ്രസ് കിട്ടിയില്ല. അഡ്രസ് ലൊക്കേഷനുള്ള കണ്ടന്റാണ് 5. സോ Aക്ക് ഒരു അഡ്രസ് ഉണ്ട് സ്വന്തമായിട്ട്. അതിന്റെ കൂടെ B എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ വാല്യൂ 6 ആക്കി വെച്ചു. ഇതേപോലെ തന്നെയല്ല സംഭവിക്കുക. ബിക്ക് വേണ്ടി റാമിൽ ഒരു 2 ബൈറ്റ് റിസർവ് ചെയ്യും. അവിടെയുള്ള കണ്ടന്റ് എന്താണ്? 6 ആണ്. ബിക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഇതുപോലെ തന്നെ Aക്കുള്ള പോലെ തന്നെ ഒരു അഡ്രസ് ബിക്ക് ഉണ്ടാവും. ഞാൻ ഇതിന്റെ കൂടെ ഞാൻ എന്താക്കുകയാണ്, ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കുകയാണ്, p എന്ന് പറഞ്ഞിട്ട്. എന്തായിരിക്കും വ്യത്യാസം? നോർമൽ ഓർഡിനറി എയും ബിയും വേരിയബിളും അതുപോലെ ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കിയത്. പോയിന്റർ വേരിയബിൾ ഫ്രണ്ടിൽ സ്റ്റാർ ഇടും. എന്തായിരിക്കും വ്യത്യാസം? പോയിന്റർ വേരിയബിളിന് സാധാ വേരിയബിളിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ റാമിൽ ഒരു റിസർവേഷൻ കിട്ടുന്നുണ്ടാവും. ആ റിസർവ് ചെയ്യുന്ന ലൊക്കേഷന് സ്വന്തമായിട്ട് ഒരു അഡ്രസ് ഉണ്ടാവും. പക്ഷെ കിട്ടിയ ലൊക്കേഷനിലെ കണ്ടന്റ്, അവിടെ കിട്ടുന്ന കണ്ടന്റ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അഡ്രസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. വ്യത്യാസം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? അഡ്രസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് പോയിന്റർ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ് ആണ്. പോയിന്ററിന്റെ സ്വന്തം അഡ്രസ് അല്ല. പോയിന്റർ ഡിക്ലെയർ അതിന് സ്വന്തമായി കിട്ടിയ അതിന്റെ അഡ്രസ് അല്ല. അത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. പോയിന്റർ വാല്യൂ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താ? പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്താൽ ഈ പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ് എന്തായിരിക്കും? ഗാർബേജ് ആയിരിക്കും. അതിന്റെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂബിളിലേക്ക് നമ്മൾ പോയിന്ററിന് ഇനീഷ്യലൈസ് ചെയ്താലേ നമുക്ക് പോയിന്റർ കൊണ്ട് യൂസ് ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റൂല. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂബിളിന്റെ അഡ്രസ് അത് ഹോൾഡ് ചെയ്യണം. പിന്നെ P എന്നൊരു പോയിന്ററിന്റെ അഡ്രസ് പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏന്റെ അഡ്രസ് എന്ന് പറയുന്ന വാരിയബിൾ ഡിക്ലെയർ മേക്കൊരു അഡ്രസ് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഏന്റെ അഡ്രസ് എവിടെ എടുത്തു വെക്കണം? പോയിന്ററിന്റെ കണ്ടന്റ് ആക്കി എടുത്തു വെക്കണം. പോയിന്ററിന്റെ വാല്യൂ ആക്കി എടുത്തു വെക്കണം. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാം? P is equal to എന്ത് കൊടുക്കാം? എന്നല്ല കൊടുക്കേണ്ടത്. എന്നല്ല കൊടുക്കണ്ടത്, ആംപേഴ്സന്റ് എന്ന് കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കൂടാ? ആംപേഴ്സന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ അല്ലേ? അപ്പൊ ആംപേഴ്സന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? എയുടെ അഡ്രസ് ആണല്ലേ? അപ്പൊ എയുടെ അഡ്രസ് എവിടെ എടുത്തു വെക്കുന്നു? പിക്കകത്ത് എടുത്തു വെക്കുന്നു. അതായത് പിന്റെ കണ്ടന്റ് ഇപ്പൊ എന്താ? പിന്റെ വാല്യൂ ഇപ്പൊ എന്താ? എന്റെ അഡ്രസ് ആണ്. എനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എക്ക് സ്വന്തമായി കിട്ടിയ അഡ്രസ് പിന്റെ എന്തായി മാറി? കണ്ടന്റായി മാറി. അപ്പൊ ഞാൻ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ 2 വഴികളുണ്ട്. ഏതൊക്കെ വഴികൾ പ്രിന്റ് ചെയ്യാം? ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. അങ്ങനെ പ്രിന്റ് എഫ് വെച്ചിട്ട് എന്ത് കൊടുക്കാണ്? പ്രിന്റ് എഫ് വെക്കുന്നു. എന്ത് കൊടുക്കാണ്? %d കോമ എ എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ആവും? 5 പ്രിന്റ് ആവും. നോക്കാം നമുക്ക്. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു. വാണിംഗ് ആണ്. ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യാണ്. 5 പ്രിന്റ് ആയിട്ടുണ്ട്. കാരണം എന്താ? എന്റെ വൈഫ് നമുക്ക് സാധാ അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഈ 5 പ്രിന്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ? എന്താ വഴി? ഞാൻ ചെയ്തൂടെ? പ്രിന്റ് എഫ്
പെർസെന്റേജ് ഡി കോമ സ്റ്റാർ പി. എന്താ ചെയ്തടാ? പോയിന്ററിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർത്തു? സ്റ്റാർ ഇട്ടു. അങ്ങനെ ഇട്ടാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ലൊക്കേഷനിലെ കണ്ടന്റ് പ്രിന്റ് ആവും. പോയിന്റർ എവിടെയാ പോയിന്റ് ചെയ്യുന്നത്? ഏത് അഡ്രസ്സിലേക്കാണ്? ഏത് അഡ്രസ്സിലെ കണ്ടന്റ് എന്താണ്? 5 ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്ത് പ്രിന്റ് ആവും? 5 ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നവല്ല, ഇങ്ങനെ ബാക്ക് ഫുഡ് ഇട്ട് മൂക്ക് പിടിക്കുക. അതുപോലെ എന്ത് ചെയ്യുന്നു? പോയിന്റർ പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ കണ്ടന്റ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു. വാണിംഗ് ആണ്, ഇന്റർ വാണിംഗ് ആണ്. ഡീബഗിൽ പോയിട്ട് റൺ ആണ്. 2 ടൈപ്പ് 5 പ്രിന്റ് ആയിട്ടുണ്ട്. 5 എന്ന പ്രിന്റ് ആയി. ആദ്യത്തെ 5 പ്രിന്റ് ആകാൻ കാരണം ആരാ? ഈ പ്രിന്റ് എഫും. രണ്ടാമത്തെ 5 പ്രിന്റ് ആകാൻ കാരണം എന്താ? ഈ പ്രിന്റ് എഫ് ആണ്. രണ്ടിലും പ്രിന്റ് ചെയ്ത രീതി വ്യത്യാസമുണ്ട്. രണ്ടും സെയിം വാല്യൂവിനെ പ്രിന്റ് ചെയ്യിച്ചേ. ഒന്ന് ഡയറക്റ്റ് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്യിച്ചു. മറ്റേത് അതിന്റെ പോയിന്റർ വെച്ച് പ്രിന്റ് ചെയ്യിച്ചു. ക്ലിയർ? ഞാനൊരു ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റർ കൂടെ ഉണ്ടാക്കാന്ന് വെച്ചു. സ്റ്റാർ ക്യൂ. എന്നിട്ട് ക്യൂവിന്റെ അകത്ത് ഞാൻ കൊടുക്കാണ്. എന്താ സംഭവിക്കുക? ക്യൂ =B. ക്യൂക്ക് അകത്ത് ആര് അഡ്രസ് ഉണ്ടാവും? ബിന്റെ അഡ്രസ് ഉണ്ടാവും. ഞാൻ ഇതിന്റെ താഴെ ഒരു പ്രിന്റ് എഫ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. പ്രിന്റ് എഫ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ എക്സ്ചേഞ്ചിന് മുന്നേ എന്തൊക്കെ വാല്യൂ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. വാല്യൂസ് ബിഫോർ എക്സ്ചേഞ്ചിനുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. എ ഹാവ് പറഞ്ഞിട്ട് എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഇവിടെ എ ഹാവ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വാല്യൂബിൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ പ്രിന്റ് ആണോ? അപ്പൊ എ എന്ന് പറയുന്ന വാല്യൂ ഹോൾഡ് പ്രിന്റ് ആവാൻ 2 വഴികളിൽ നിന്ന് പറഞ്ഞു. ഒന്നെന്ത് കൊടുക്കാം? ഇവിടെ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ പോയിന്റർ വെക്കാം. നമുക്ക് വെക്കേണ്ട ഏതാ? പോയിന്റർ വെച്ചിട്ട് നമുക്ക് എടുക്കണ്ടേ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? സ്റ്റാർ എന്റെ പോയിന്റർ വരാം. എന്റെ അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, ബി ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർ എന്ന് കൊടുത്താൽ എ വാല്യൂ ആയ 5 പ്രിന്റ് ആവില്ലേ? അപ്പൊ നമ്മൾ കണ്ടു. ഇനി അതുപോലെ ബിന്റെ വാല്യൂ ഇതുപോലെ തന്നെ പ്രിന്റ് ചെയ്തോടെ. സ്പേസ് ഇട്ടിട്ട് ബി ഹാവ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ എന്ത് വേണം? വാല്യൂ പ്രിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പെർസെന്റേജ് ഡി കൊടുത്തു. ഇവിടെ എന്ത് കൊടുക്കാം? കോമ ഇട്ടിട്ട് സ്റ്റാർ ക്യൂ എന്ന് കൊടുക്കും. കൊടുത്തു. വാല്യൂസ് ബിഫോർ എക്സ്ചേഞ്ച്, അതായത് പോയിന്റർ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന മുമ്പുള്ള വാല്യൂസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രിന്റ് ആക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ കൂടി നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അത് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഫംഗ്ഷൻ ടു എക്സ്ചേഞ്ച് 2 പോയിന്റർ വാല്യൂസ് ആണ്. മെയിനായിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫംഗ്ഷന്റെ കോളിയുമാണ് എക്സ്ചേഞ്ച് നടക്കേണ്ടത്. അപ്പൊ എക്സ്ചേഞ്ച് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവണം. കോളി വേണമെങ്കിൽ നിർബന്ധമായ ഒരു എക്സ്ചേഞ്ച് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം അല്ലെ? മോളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ എക്സ്ചേഞ്ച് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ആണ്. റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് കൊടുക്കുകയാണ്. ഫംഗ്ഷന്റെ പേരെന്താ? എക്സ്ചേഞ്ച് എന്ന് കൊടുക്കുകയാണ്. അയക്കാനുള്ള കോളിയുമോ? അയക്കാനില്ലാത്തത് കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തൊന്നും കൊടുത്തില്ല. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഫംഗ്ഷന്റെ കോൾ നടന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ ബാക്കിയുണ്ട്? ഫംഗ്ഷന്റെ ഇതൊക്കെ കാര്യങ്ങൾ ഫംഗ്ഷനെ സംബന്ധിച്ച് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാകും ചെയ്യാം. ഡെഫിനിഷൻ വേണം അല്ലെ? നമ്മളത് ഇവിടെ ചെയ്താം. ഇവിടെ പുറത്ത് ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കുകയാണ്? തിരിച്ചയക്കാൻ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുക്കുകയാണ്? വോയിഡ് എന്ന് കൊടുക്കുകയാണ്. ഫംഗ്ഷന്റെ പേരെന്താ? എക്സ്ചേഞ്ച് എന്ന് കൊടുക്കുകയാണ്. ഇതിന്റെ അകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ ബ്രേസ് ഓപ്പണിംഗിന്റെ ക്ലോസിംഗിന്റെ ഇടക്ക് വേണം നമ്മൾ എന്ത് ചെയ്താൻ? എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്താൻ. അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ ഇവിടെയുള്ള വാരിയബിൾസ് ഒക്കെ എയും ബിയും ഈ ബിയും ക്യൂവും ഒക്കെ ആർക്ക് ആക്സ് ചെയ്യാൻ പറ്റണം? ഈ ബിയും ക്യൂവും എയും ഒക്കെ ആർക്ക് ആക്സ് ചെയ്യാൻ പറ്റണം? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്സ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് എളുപ്പമായിട്ട് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ ഒക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാം. സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ പറഞ്ഞ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഗ്ലോബൽ വാരിയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എയും ബിയും സിയും പിയും ക്യൂ ഒക്കെ എല്ലാ ഫംഗ്ഷൻ ആക്സ് ചെയ്യാൻ പറ്റും. എല്ലാ ഫംഗ്ഷന്റെ അകത്തും അതിനെന്തിന്റെ എക്സ്റ്റൻസ് ഉണ്ട്. ഗ്ലോബലി ഡിക്ലെയർ ചെയ്താൽ അതിനുള്ളിൽ മാത്രമേ എക്സ്റ്റൻസ് ഉള്ളൂ. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ അകത്ത് ഇന്ത്യ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിന്റെ എക്സ്റ്റൻസ് അതിനുള്ളിൽ മാത്രം. ഇവിടെ കൊടുത്തപ്പോൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്താൽ എല്ലാ ഫംഗ്ഷനിലും എല്ലാ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എയും ബിയും ക്യൂ എന്ന് പറയുന്ന വാരിയബിൾസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി അവൈലബിൾ ആണ്. അതുകൊണ്ട് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ത് ചെയ്തു? ഇതിന്റെ സെക്ഷൻ മാറ്റി മെയിൻ കോപ്പി ഇപ്പോൾ ഇട്ടു ചെയ്ത്. ഇനി
എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോഡിയാണ് എക്സിക്യൂഷൻ കൺട്രോൾ ഇവിടത്തേക്ക് വരിക. ഇതിന്റെ അകത്ത് എനിക്ക് എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ അങ്ങനെ ഒരു പോയിന്റർ വാല്യൂസ് അഡ്രസ്സുകൾ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം? ചോദിക്കുക, 2 പോയിന്ററിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. പി ഹോൾഡ് ചെയ്യുന്നത് ഏന്റെ അഡ്രസ്സും ക്യൂ ഹോൾഡ് ചെയ്യുന്നത് ബിന്റെ അഡ്രസ്സാണ്. ഇനി നമുക്ക് തിരിക്കണം. പി ആർ അഡ്രസ് ഹോൾഡ് ചെയ്യണം, ബിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യണം, ക്യൂ ആർ അഡ്രസ് ഹോൾഡ് ചെയ്യണം, എന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സുകൾ അത് ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് എക്സ്ചേഞ്ച് ആക്കണം. അങ്ങനെ എക്സ്ചേഞ്ച് ആക്കണമെങ്കിൽ മൂന്നാമതൊരു ആൾ ആവശ്യം ഉണ്ടാവില്ലേ? അല്ലെ? ഇപ്പൊ എനക്കും എനിക്കൊരു എന്ത് ചെയ്യണം, ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. ഞാനൊരു എനിക്ക് വാങ്ങുന്നത് എനക്കും വാങ്ങാൻ പോകണം. അപ്പൊ രണ്ടാളും ഇങ്ങോട്ടും 2 ലോസ് ആയി പോകും. അപ്പൊ മൂന്നാമതൊരു ആളിന് എന്ത് ചെയ്യാം? എന്റെ ബുക്ക് ഇവളെ കയ്യിൽ കൊടുക്കുന്നു, നീ അവളെ കയ്യിൽ കൊടുക്കുന്നു, അവളെ നമുക്ക് എക്സ്ചേഞ്ച് ആക്കി തരുന്നു. അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ മൂന്നാമതൊരു പോയിന്റർ ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ, ഒരു ടെമ്പററി ആയിട്ട് കീപ്പ് ചെയ്യാൻ മൂന്നാമതൊരു പോയിന്ററിനെ കൂടെ ഉണ്ടാക്കുന്നു. ആ പോയിന്ററെ ഞാൻ എന്ത് വിളിക്കാണ്? സ്റ്റാർ ആർന്ന് വിളിക്കാണ്. ഒരു പോയിന്റർ കൂടെ ഉണ്ടാക്കി. ഇതിന്റെ അകത്ത് ഞാൻ എഴുതുകയാണ്, ഈ എക്സ്ചേഞ്ചിന്റെ അകത്ത് ഡെഫിനേഷൻ ആയിട്ട് എഴുതുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ ആറിന്റെ അകത്ത് പിന്റെ കണ്ടന്റ് എടുത്ത് നോക്കാം. ഞാൻ എഴുതിയാൽ മതി. ആർ ഈസ് ഈക്വൽ ടു പി. എന്ത് സംഭവിക്കും? ആറിന്റെ അകത്ത് എന്ത് ചെയ്യും? പിന്റെ വാല്യൂ എടുത്തു നോക്കും. പി ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആറിന്റെ അകത്തായി ഇപ്പം. അടുത്ത ലൈനിൽ ഞാൻ എഴുതുകയാണ് പി ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതുകയാണ്. ഇങ്ങനെ എടുത്ത് നോക്കാൻ കാരണം നമ്മൾ ആർ ഈസ് ഈക്വൽ ടു പി എന്ന് വെച്ചാൽ പി ഹോൾഡ് ചെയ്യുന്ന വാല്യൂ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് അതിനുശേഷം എന്ത് ചെയ്യുന്നു? പിയിലെ വാല്യൂ ക്യൂല് എടുത്ത് വെക്കും. ഇനി എന്ത് ചെയ്യണം? ക്യൂല് എന്ത് കിട്ടണം? പിന്റെ വാല്യൂ കിട്ടണം. ക്യൂവിന്റെ വാല്യൂ നമ്മൾ വേറെ വെച്ചിട്ട് ആറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ക്യൂ ഈസ് ഈക്വൽ ടു ആറിന് കൊടുത്താൽ മതി. എന്തായി? എക്സ്ചേഞ്ച് ആയി. അഡ്രസ് അതുകൊണ്ട് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചിന്റെ കോഡ് ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? എക്സ്ചേഞ്ചിന് ശേഷം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു പ്രിന്റ് ഓഫ് നോക്കാണ്. പ്രിന്റ് ഓഫ് വെച്ചിട്ട് ഇത് കൊടുക്കാണ്. വാല്യൂസ് ആഫ്റ്റർ എക്സ്ചേഞ്ച് മെസ്സേജ് കൊടുക്കാണ്. എന്നിട്ട് എ ഹാവ് അങ്ങനെയുള്ള സെയിം സാധനം എ ഹാവ് ഇത് കൊടുക്കാം. ഇവിടെ ഒരു വാല്യൂ വരണം. എ ഹാവ് പെർസെന്റേജ് ഡി. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കാണ്? സ്റ്റാർ പി എന്ന് കൊടുക്കാണ്. എന്ത് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യാം? എ ഹാവ് എന്ന് പറഞ്ഞിട്ട് എന്ത് വാല്യൂ പ്രിന്റ് ആവാ? 6 ആയിരിക്കും പ്രിന്റ് ആവാ. കണ്ടോ? ഇവിടെ നേരത്തെ സ്റ്റാർ പി എന്ന് കൊടുത്തപ്പോ എന്തായിരുന്നു പ്രിന്റ് ആയ? 5 ആയിരുന്നു പ്രിന്റ് ആയത്. ഇപ്പൊ അഡ്രസ് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുണ്ട്. ഇവിടെ എന്ത് പ്രിന്റ് ആവും? ഈ കാരണം 6 പ്രിന്റ് ആവും. എ ഹാവ് 6 പ്രിന്റ് ആവും. ഇതിന്റെ കൂടെ നമുക്ക് പി ഹാവ് കൊടുക്കാം. പി ഹാവ് ഒരു പെർസെന്റേജ് ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ കൊടുക്കാം സ്റ്റാർ ക്യൂ കൊടുക്കാം. ഒരു സ്ലാഷിന്റെ കൂടെ ഇടാണ്. കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞു. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പയർ ചെയ്യുന്നു. എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഫീഡ്ബാക്കിൽ പോയിട്ട് റൺ ചെയ്യാണ്. വാല്യൂസ് ബിഫോർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് എ ഹാവ് 5 ബി ഹാവ് 6 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ആഫ്റ്റർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് എ ഹാവ് 6 ബി ഹാവ് 5. അതായത് എന്താ ചെയ്ത ഇവിടെ? അഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുക ചെയ്ത്. കണ്ടോ? സ്റ്റേറ്റ്മെന്റിൽ ഒരു വ്യത്യാസമില്ല. കണ്ടോ? ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് പക്ഷേ ഔട്ട്പുട്ട് വരുമ്പോൾ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറിയിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് പ്രിന്റ് ആയിട്ടുള്ളൂ. സിമ്പിൾ ആണ്. ആകെ ഈ ഒരു 3 ലൈൻ ഓഫ് കോഡേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ അകത്ത് എഴുതണം, അത്രയേ ഉള്ളൂ. ഡിക്ലെയർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? മെയിനിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യാം. ഇതുവരെ മെയിനിന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്യുക. മെയിനിന്റെ പുറത്ത് ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അതാകുമ്പോൾ എല്ലാ ഫംഗ്ഷനും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്ക്.